ലോകത്തിനകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ കേട്ടില്ലേ, ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ഭാഗ്യം ലോകത്ത് ഒരു മനുഷ്യർക്കില്ല. യഹോവ ദൈവമായിരിക്കുന്ന ജനങ്ങൾക്ക് ഇതുപോലെ മറ്റു ഭാഗ്യം വേറെ ഇല്ല. യഹോവ ക്രിസ്തു നിങ്ങൾക്ക് തലയായിരിക്കുന്നെങ്കിൽ ഇതുപോലെ മറ്റു ഭാഗ്യം ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. 2025 വരെ നിങ്ങളുടെ മുമ്പിൽ ലോക്കായിരിക്കുന്നത് 2026 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. ഇന്ന് വരെ നിങ്ങൾ കണ്ടതല്ല, ഇന്ന് വരെ നിങ്ങൾ കേട്ടതല്ല. അഭിഷേകം എന്തുകൊണ്ട് ചലിക്കുന്നില്ല? ദേവദാസന്റെ അടുത്ത് ചോദിച്ചു, അഭിഷേകം എന്തുകൊണ്ട് ചലിക്കുന്നില്ല? അഭിഷേകം ചലിക്കണമെങ്കിൽ വാക്യം വായിക്കാം. ഇരമ്യാവ് 2:13. ഒരു കേവലം വചനം കേൾക്കാനോ അല്ലെങ്കിൽ കേവലം വചനം കേട്ട് വെറുതെ പോകുന്നവരായി തീരരുത്. അല്ലെങ്കിൽ വന്നതും ആരും ഇതിനകത്ത് കാഴ്ചക്കാരായി നിൽക്കരുത്. എനിക്ക് മുന്നേ പറയാനുള്ളത്, നിങ്ങൾ കാഴ്ചക്കാരായിരുന്നാൽ നിങ്ങൾ അങ്ങനെ മടങ്ങിപ്പോകും. പക്ഷേ ചിലത് പ്രാപിക്കാൻ തയ്യാറായിരുന്നാൽ വെറുതെ പോകത്തില്ല. ഒരാൾ പോലും വെറുതെ പോകത്തില്ല. വായിക്കാം ഇരമ്യാവ് 2:13. ഒരു ജാതി തന്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? ഇരമ്യാവ് 2:13. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത ഉറവുകളെ കുഴിക്കാൻ പോയാ ഒന്നും ഉണ്ടാവത്തില്ല. ഊപ്പാട് വരുന്നല്ലാതെ ഒന്നും ഉണ്ടാവത്തില്ല. ഇവിടെ പറയുന്നത്, എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അർത്ഥം മനസ്സിലായോ? കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ബുദ്ധിക്കൊത്ത് സഞ്ചരിച്ചെന്ന് ഒന്നും നേടാൻ കഴിഞ്ഞില്ലെന്ന്, പൊട്ട കിണറുകൾക്കകത്ത് നിങ്ങൾ അന്വേഷിച്ചെന്ന്. എന്നാൽ ജീവജലത്തിന്റെ അരികിലേക്ക് വന്നാൽ ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, അവര് ഞാൻ ജീവജലത്തിന്റെ നദികളെ കൊടുക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ജീവജലത്തിന്റെ അരികിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജീവജലത്തിന്റെ അരികിൽ നിങ്ങൾ വന്നാൽ ഇന്ന് നിറവോടെ ഇവിടുന്ന് മടങ്ങിപ്പോകും. ഇനി വറ്റിപ്പോയ പൊട്ടക്കിണറുകൾക്കകത്ത് നിങ്ങൾ അന്വേഷിക്കണ്ട. നിങ്ങളെ ഞാൻ ജീവജലത്തിന്റെ അരികിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി ജലങ്ങളെ കുറിച്ച് വചനം പറയുന്നുണ്ട്. ഈ ജീവജലത്തിന്റെ പ്രത്യേകത നദികൾ ഒഴുകുന്നതാണ്. ഈ നദികൾ ഒഴുകുന്നതിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഒരു പ്രദേശത്ത് കൂടെ നദി ഒഴുകുന്നുണ്ടെങ്കിൽ ആ പ്രദേശം പച്ചിപ്പിന്റെ അനുഭവമായിരിക്കും. അതിന്റെ തീരത്ത് നിൽക്കുന്നതിനെല്ലാം പച്ചിപ്പിന്റെ അനുഭവമായിരിക്കും. കാരണം ആ ജീവജലത്തിന്റെ നദിക്കകത്ത് അത് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇത് ജീവജലത്തിന്റെ നദിയുടെ പ്രത്യേകതയാണ്. നമ്മളങ്ങനെ നോക്കുമ്പം ദേവദാസന്റെ ഒരു അസ്ഥി താഴ്വരയെ കുറിച്ച് പറഞ്ഞു. 400 വർഷം പഴക്കമില്ല. അധികാരമുള്ളവൻ കൽപ്പിച്ചപ്പോൾ 400 വർഷത്തെ ചരിത്രം ഒന്ന് മാറി. ദൈവാത്മാവുള്ള നിങ്ങളൊന്ന് കൽപ്പിച്ചാൽ ഈ കാലയളവ് വരെയുള്ള ഏത് ചരിത്രങ്ങളെയും മാറ്റാൻ കഴിവുള്ള ആ ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളെ ഓരോരുത്തരെയും അകത്തിരിക്കുന്നത്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ തന്നെ മാറ്റാൻ പോവുക. അയ്യോ, ഞാനിവിടെ പ്രസംഗിക്കുന്നത് കൊണ്ടോ ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ചത് കൊണ്ടോ ഒന്നും മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ ചില അവസ്ഥകൾ മാറണമെങ്കിൽ നിങ്ങൾ ഈ കേട്ട ജീവജലത്തിലേക്ക് വരണം. പൊട്ടക്കിണർ പിന്നെയും കുഴിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല.
ജീവജലത്തിന്റെ അരിയിൽ കൂടെ പോയതൊക്കെ ഒന്ന് കണ്ടേച്ച് തിരിച്ചു പോയാ വരൾച്ച തന്നെ ആയിരിക്കും, ഫലം കായ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ, ആ ജീവജലത്തിനെ വലിച്ചു കുടിക്കാൻ തയ്യാറായാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 38 ആണ്ട് കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് കേൾക്കാം. ആ കുളത്തിന്റെ പ്രത്യേകത എന്താ? ഷീലോഹാം കുളമാണ്. ആ കുളത്തിനകത്തും വെള്ളമുണ്ട്. ഷീലോഹാം എന്നുള്ള വീടിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഐക്യപ്പെട്ടവൻ. ഐക്യപ്പെട്ടവൻ. കണ്ടോ? ഷീലോഹാം എന്നുള്ള വീടിന്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ എന്നാണെങ്കിൽ, അതായത് യേശു കർത്താവ് പറയുക, പിതാവ് അങ്ങനെ അയച്ചിരിക്കുന്നത് പോലെ ഞാൻ അവരെയും ഈ ലോകത്തിലേക്ക് അയക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ആത്മാവിനെ പകർന്ന് അയച്ചിരിക്കുന്നത്, നിങ്ങളെ അയച്ചിരിക്കുന്നത്. ആ ശീലോഹാം കുളത്തിനകത്ത് നടന്നെന്താ? ദൂതൻ കുളം കലക്കും, രോഗിയായവൻ അതിലേക്ക് ചാടുമ്പോൾ അവൻ ഏത് വ്യാധി പിടിച്ചവനായാലും, ഏത് രോഗം പിടിച്ചവനായാലും സൗഖ്യമാകും. എന്നാൽ 38 ആണ്ട് കുളക്കരയിൽ ഒരുവൻ കിടന്നു. അവരെ സഹായിക്കാൻ മറ്റാരുമില്ലായിരുന്നു. പക്ഷേ റിയലായി അയക്കപ്പെട്ട ഒരുവൻ അധികാരത്തോടെ കൽപ്പിച്ചപ്പോൾ അവന്റെ 38 വർഷത്തെ ചരിത്രം മാറി. അവന്റെ 38 വർഷത്തെ അവസ്ഥ മാറിയെങ്കിൽ ഈ നിമിഷം വരെ നിങ്ങൾ ഇതിനകത്ത് ഏത് അവസ്ഥയിലായിരിക്കുന്നു? ഇന്ന് ഇവിടുന്ന് അത് മാറുകയാണ്. ഇന്ന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുകയാണ്. 2025 വരെ പൈശാചിക മണ്ഡലം നിങ്ങളുടെ മേൽ പൂട്ടി വച്ചിരിക്കുന്ന ചില മേഖലകളെ ആത്മാവ് തുറക്കുകയാണ്. ആത്മാവ് തുറക്കുകയാണ്. നിങ്ങളകത്ത് ആത്മാവിനെ പകർന്നിരിക്കുന്നത് അധികാരത്തോടെ കൽപ്പിക്കാനാണ്. നിങ്ങൾ മക്കളെങ്കിലും അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാണ്. ജീവജലത്തിനകത്തുനിന്ന് വലിച്ചു കുടിക്കട്ടെ. നമ്മളെ ഈ സിസ്റ്റം പഠിപ്പിച്ച് ഈ വരണ്ട അനുഭവത്തിൽ വെച്ചിരിക്കുകയാണ്. നമ്മളെ ഓരോ സിസ്റ്റങ്ങൾ ചിലതൊക്കെ പഠിപ്പിച്ച് വരണ്ട അനുഭവത്തിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ നീതിമാനല്ലെന്ന് നിങ്ങൾ പറയുകയാണ്. ഇപ്പോഴും നിങ്ങൾ വിശുദ്ധരല്ലെന്ന് നിങ്ങൾ പറയുകയാണ്. നമ്മുടെ അധരത്തിൽ എന്ത് പറയുന്നത് സംഭവിക്കും? കർത്താവിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചെങ്കിൽ, കർത്താവിന്റെ രക്തം എന്നെ നീതീകരിച്ചെങ്കിൽ, പിശാചിന്റെ തന്ത്രമാണ്, പിശാചിന്റെ തന്ത്രമാണ്. കർത്താവ് ദൈവഹിതപ്രകാരം വിശുദ്ധന്മാർക്ക് വേണ്ടി ആത്മാപക്ഷപാതം ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ ഹിതം വിശുദ്ധന്മാർക്ക് വേണ്ടി ചലിക്കാനാണ്. ഈ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ എന്നെ വേർതിരിച്ച് വിശുദ്ധീകരിച്ചത്, എന്നെ വിലയ്ക്ക് വാങ്ങി വിശുദ്ധീകരിച്ചത് ദൈവത്തിന്റെ ഇഷ്ടം എന്റെ മേൽ ചലിപ്പിക്കാനാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരം എന്നെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ ഈ കടന്നു വന്ന ജനത്തിന്റെ അകത്ത് നിന്ന് നമ്മൾ പൊളിച്ചു മാറ്റുകയാണ്. ഇനി നിങ്ങൾ വറ്റിപ്പോയ കിണറുകൾക്കകത്ത് കുഴിക്കാതെ, വറ്റിപ്പോയതിനകത്ത് കുഴിക്കാതെ, നിങ്ങൾ ജീവജലത്തിനകത്തേക്ക്, ജീവജലത്തിന്റെ കർത്താവിനെ മുറുകെ പിടിക്കാൻ എത്ര പേർ തയ്യാറാണ്? ജീവൻ നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ കുറച്ച് വചനങ്ങളൊക്കെ വായിച്ചെങ്ങുമ്പോൾ ഇവിടെ പോയിന്റ് അടിയും പരിപാടിയൊന്നുമില്ല. കാരണം വചനം പഠിച്ചു വെച്ച് കുറച്ച് പോയിന്റ് ഒക്കെ അടിച്ചാൽ ഈ പോയിന്റ് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ ചെല്ലുന്നതിന് മുമ്പേ പോകും. പക്ഷെ ചില നിറവുകൾ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, അത് നിലനിൽക്കും. ഈ പോയിന്റുകൾ അടിച്ച് നിങ്ങൾ എന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ, ബസ്സിൽ കയറി അടുത്തിരിക്കുന്ന രണ്ടുപേരും സംസാരിച്ച് കഴിയുമ്പോൾ പോയിന്റ് ഒക്കെ അങ്ങ് പോകും. പക്ഷെ ആത്മാവിന്റെ നിറവോടെ ചെന്ന് ബസ്സിനകത്ത് കയറി അടുത്തിരിക്കുന്ന ദുരാത്മാവുണ്ട് പുറത്തു വരും. അധികാരത്തോടും ശക്തിയോടെ നിങ്ങൾ സഞ്ചരിച്ചാൽ, ഇന്ന് നിങ്ങൾ ശക്തി പ്രാപിച്ച് നിങ്ങളുടെ ഭവനത്തിനകത്ത് കാല് ചവിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തെ ഈ കാലഘട്ടം വരെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നീ കാല് വെക്കുമ്പോൾ തന്നെ പൊട്ടിമാറാനിടയായിത്തീരും. ഇത് ആത്മാവ് പ്രാപിച്ചവന്റെ പ്രത്യേകതയാണ്. ഇത് പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നവന്റെ പ്രത്യേകതയാണ്. ഇത് ആത്മ നിറവുള്ളവന്റെ പ്രത്യേകതയാണ്. ഇത് ജീവജലത്തിന്റെ നദികൾ വലിച്ചു കുടിക്കുന്നവന്റെ പ്രത്യേകതയാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. എത്ര പാപം ചെയ്താലും വന്ന് ഏറ്റുപറഞ്ഞ് ദൈവസ്ഥലത്ത് ഇരുന്നാ മതി എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു പോയി. അതുകൊണ്ട് എത്ര തെറ്റ് ചെയ്താലും ദൈവഭയം ജനത്തിന്റെ അകത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിസാര നമ്മൾ ബൈക്കിനകത്തൊക്കെ പോകുമ്പം ക്യാമറ അടിക്കുന്നതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകും. കാരണം അത് പെറ്റിയാന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്, അത് ശിക്ഷയാന്ന് നമ്മൾ അതിനെ ചിലതിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് ദൈവത്തെ ഭയപ്പെടാൻ ആരുമില്ല. ഇന്നത്തെ തലമുറകൾ എന്തുകൊണ്ട് വഴിതെറ്റി പോകുന്നു എന്ന് പറഞ്ഞാൽ ചില തെറ്റായ പഠിപ്പീരുകൾ,
കർത്താവിന് വിരോധമായി എഴുന്നേറ്റ ചില ബുദ്ധിയുടെ പ്രമാണങ്ങൾ പഠിപ്പിച്ച് മനുഷ്യരെ കുഴച്ചു വെച്ചിരിക്കുകയാണ്. വെളിപ്പാടിനകത്ത് പറഞ്ഞില്ലേ, കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടും, അതായത് മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ, നിന്റെ ന്യായവിധികൾ വിളങ്ങുന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ദൈവത്തെ ഭയമില്ലാർക്കും. ദൈവത്തെ ഭയമുണ്ടെങ്കിൽ അരുതാത്ത പ്രവർത്തികൾ ചെയ്യാൻ ഒരു മനുഷ്യൻ അവന്റെ ചിന്തകളെ ചലിപ്പിക്കുകയില്ല, അവന്റെ ശരീരങ്ങളെ ചലിപ്പിക്കുകയില്ല. എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നത് ഭയങ്കരമെന്ന് വചനം പറയുന്നു. എന്താ ജീവന്റെ നദിയിലെ അരികത്തേക്ക് വരാൻ കഴിയാത്തെന്നറിയാവോ? ചില തെറ്റായ പഠിപ്പീരുകൾ നമ്മളെ കുഴച്ചു വെച്ചിരിക്കുക. ഇന്നും പാപത്തെക്കുറിച്ച് പോലും ഒന്നും പറയുന്നില്ല. ഇപ്പുറത്തെ ഈ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട്, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ, ബുദ്ധിയുടെ പ്രമാണങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഈ പഴയ നിയമത്തിൽ അവർക്ക് കൊടുത്ത കാര്യങ്ങൾ പഠിപ്പിച്ചാലേ മതിയാവത്തുള്ളൂ. പഴയ നിയമം വേണ്ടെന്നല്ല കേട്ടോ, പഴയ നിയമത്തിന് എതിരൊന്നുമല്ല ഞാൻ. ഈ പഴയ നിയമം ഇല്ലെങ്കിൽ യേശു ഇല്ലല്ലോ. ഇതെല്ലാം തന്നി ഉള്ളതുകൊണ്ടല്ലയോ ഇതെല്ലാം ഉള്ളത്. ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണ്ടേ? പക്ഷെ അങ്ങനല്ല കാര്യങ്ങൾ. റിയാലിറ്റിയെ തിരിച്ചറിയുക. ഞാനൊരു 3 വശം ജസ്റ്റ് ഇത്രയും പറഞ്ഞപ്പം ഇനി തെറ്റിദ്ധരിക്കണ്ടല്ലോ. 3 കാലഘട്ടമാണ്. ഒന്ന് ആദാമിന്റെ കാലഘട്ടം, ഹൗവയുടെ കാലഘട്ടം. അവിടെ അവർക്കൊന്നും പ്രാർത്ഥിക്കേണ്ട, യാചിക്കേണ്ട, ഒന്നും വേണ്ട. സകലതും അവർക്ക് ധാരാളമായി അനുഭവിപ്പാൻ കൊടുത്ത കാലമായിരുന്നു. ദൈവത്തിന്റെ കൽപ്പന അന്ന് അവർ ലംഘിച്ചു. കണ്ടോ, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് സംഭവിച്ചല്ലോ. അവർ മരിച്ചില്ല, പക്ഷെ അവരുടെ ആത്മീയ മരണം സംഭവിച്ചു. ദൈവത്തിലുള്ളതിനെ കാണാനും ദൈവത്തെ കാണാനും ദൈവത്തോട് സംസാരിക്കാനും ദൈവം അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഭവിപ്പാനും കഴിയാതെ അവരുടെ ആത്മീക മരണം അവിടെ സംഭവിച്ചു. എന്നിട്ട് ആരുടെ പ്രവൃത്തി ചെയ്തോ അവനിലേക്ക് തള്ളപ്പെട്ടു. ആ തള്ളപ്പെട്ട ജനം, ഈ കർത്താവ് ഈ പുതിയ നിയമത്തിൽ നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നത് വരെ ആ ജനം അനുഭവിച്ചു. പിന്നെ അവർക്ക് കൊടുത്തത്, ദൈവം അവർക്ക് ചിലത് കൊടുക്കും, ചിലത് അവരോട് പറയും. അവരതനുസരിച്ചാൽ മാത്രമേ അവർക്ക് ചിലത് കൊടുക്കത്തുള്ളൂ. അതാണ് പഴയ നിയമ കാലഘട്ടം. മനസ്സിലായോ? 3 കാലഘട്ടം. ഒന്ന് ആദാമിന്റെ ഹൗവയുടെയും കാലഘട്ടം, പിന്നെ ഈ പഴയ നിയമ കാലഘട്ടം. ആദാം ഹൗവയും കഴിഞ്ഞിട്ട് അവർ പുറന്തള്ളപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടം. പിടികിട്ടുന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ ദൈവം അവരോട് ചിലത് കൽപ്പിക്കും. അവരതനുസരിച്ചാൽ മാത്രമേ എന്തോ ചെയ്യത്തുള്ളൂ, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ. കനാൻ നാട് കാണാൻ എത്ര പേർ ഇറങ്ങിപ്പോയി, എത്ര പേർ അവിടെ ചെന്നു. ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചവനെല്ലാം പട്ടുപോയി. അയ്യോ, ഇവിടെ അങ്ങനെ തന്നെ. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ എന്തു പറഞ്ഞേ? മരിക്കും. വചനം പറയുന്നില്ലയോ? മരിക്കും. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നീ മരിക്കും. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിലോ നീ ജീവിക്കുമെന്ന്. അപ്പൊ ആലോചിച്ച് നോക്കേ, ഇവിടെയും പറയുന്ന അതേ കാര്യം തന്നെ. അപ്പൊ ഇനിയും പാപം ചെയ്തു ഏറ്റു പറഞ്ഞാൽ മതി എന്നാ നമ്മളെ പഠിപ്പിക്കുന്നത്. നിന്റെ പാപം എത്ര കടിച്ചുപോയാലും ഹിമം പോലെ വെളുപ്പിക്കാന്നാ പറഞ്ഞേ. ആരെ കുറിച്ചാ? വീണ്ടും ജനിക്കാത്ത ജാതികളെ കുറിച്ച് പറഞ്ഞതാ. നീ എത്ര പാപം ചെയ്താലും നിന്റെ പാപം എത്ര കടിഞ്ഞുപോയാൽ ഹിമം പോലെ വെളുപ്പിക്കാന്ന്. ഇവിടെ വന്നപ്പോഴോ നമ്മളിപ്പോഴും അതാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസി വന്നിട്ടും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ്. പിന്നെ എങ്ങനെ പാപം ചെയ്യാതിരിക്കും? പിന്നെ നമുക്ക് എങ്ങനെ ദൈവത്തെ ഭയം വരും? എന്തുകൊണ്ടാണ് അങ്ങനെ പാപത്തിലേക്ക് പോകുന്നതെന്നറിയാവോ? വീണ്ടും ജനിച്ച ഒരുവൻ പിന്നെങ്ങനെ ജീവിക്കണമെന്ന് ഇന്ന് വരെ ആരും പഠിപ്പിച്ചിട്ടില്ല. വീണ്ടും ജനിച്ച ഒരുവൻ പിന്നെങ്ങനെ ജീവിക്കണം, പിന്നെന്തായിരിക്കണം എന്ന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പോഴും കർത്താവിന്റെ വാക്യം വായിക്കാൻ മതി. കാരണം ഇത് മനസ്സിലാക്കണമല്ലോ. അതിനു മുന്നേ ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. 3 കാലഘട്ടം. അപ്പൊ ഒന്ന് അങ്ങനെ ആയിരുന്നു. ഇവിടെ ക്രിസ്തുവിൽ എന്നെ വിളിച്ചു വേർതിരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാലഘട്ടം. ആദാമിന് ഹൗവയ്ക്കും പോലും കിട്ടാത്തൊരു കാലഘട്ടം. എന്താണ്? മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമാകുന്നു. എന്നിട്ടോ ഇനി നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. വചനം പറയുക, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പേ കർത്താവ് പറയുന്നെന്ന്. നിങ്ങൾക്ക് വേണ്ടി സകലത് ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന്. ഇനി നിങ്ങൾ അനുഭവിച്ചാൽ മതിയെന്ന്. ഇപ്പോഴും നിങ്ങളെ പറഞ്ഞ് ഇവിടിട്ട് കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റിയാലിറ്റിയിൽ ജീവിച്ചാലേ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയൂ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അല്ലാത്തവർക്ക് ഇവിടെ ഒന്നുമില്ല. കണ്ടോ? അപ്പം നമ്മളെ പഴയ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അതിനകത്ത് ഉപവസിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പാപത്തിൽ നമ്മളെ ആഴ്ത്തി പ്രാർത്ഥിച്ചാൽ മതി എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് നമ്മളെ ഈ കാലയളവ് വരെ കുടുക്കി വെച്ചിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിശ്വാസത്തിൽ വന്നിട്ട് 20 വർഷമായിരിക്കാം, 30 വർഷമായിരിക്കാം, 10 വർഷമായിരിക്കാം. 30 വർഷം കേട്ട പ്രവചനത്തിനകത്ത് എത്ര എണ്ണം വലിച്ചു?
എത്ര എണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു? ഈ കയ്യിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കാണത്തില്ല. അതിന്റെ കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ കേട്ട പ്രവചന ശബ്ദങ്ങൾ നമ്മുടെ മേൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൽപ്പനകളെ അതേപടി അനുസരിച്ചേ മതിയാകൂ. കാരണം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞ അരുതാത്തൊരു കോപം പോലും മതി, കൽപ്പന ലംഘിച്ചു. ആത്മീയ മരണം സംഭവിച്ചു. ആത്മീയ മരണം സംഭവിച്ചു. പിന്നത്തെ പ്രാർത്ഥന, നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു, ദുഷ്ടന്റെ പ്രാർത്ഥനയോ ദൈവം കേൾക്കുന്നില്ല. ആരാ നീതിമാൻ? കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് നീതിമാന്മാർ. കൽപ്പന ലംഘിക്കുന്നവന്റെ പ്രാർത്ഥന ഉയരത്തിൽ എത്തത്തില്ല. അതുകൊണ്ട് വർഷങ്ങൾ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല, വർഷങ്ങൾ മുമ്പ് കേട്ട ചില പ്രവചന ശബ്ദങ്ങൾക്ക് മറുപടിയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 2025 വരെ പിശാച് മൂടിക്കളഞ്ഞത്, ചില കിണറുകളെ മൂടിക്കളഞ്ഞത്, ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ പേരുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ ആത്മാവിൽ ഞാൻ പൊളിക്കുകയാണ്. I command in the name of Yeshua. I pray in the name of Jesus. ഇത് ഞാൻ പറഞ്ഞ ശരിയാണെന്ന് അറിയണ്ടേ? ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി, ബുദ്ധിയിലൊന്നും പറയത്തില്ല, വചനത്തിനെ പറയൂ. എബ്രായർ 5:11 വായിക്കാവോ? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ, അവിടെ എഴുതിക്കോ, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നമ്മൾക്ക് എന്ത് വരുത്തിയിരിക്കുന്നത്? ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ ഉപദേശിച്ച് വീണ്ടും തരാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. എന്നുവെച്ചാൽ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തടക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. എന്നുവെച്ചാൽ നന്മ തിന്മകളെ തിരിച്ചറിയാൻ ഇന്ദ്രിയങ്ങളുള്ള പ്രായം തികഞ്ഞവർക്കേ കഴിയുള്ളെന്ന്. അതിന്റെ കാരണം എന്നെ ആ പാപലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവരാജ്യത്തിനകത്താക്കിയ ഞാൻ പിന്നെ ജീവിക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ കൾച്ചറിനകത്താണ്. പിന്നെ ഞാൻ ആ പഴയ പാപപ്രവർത്തി പിന്നെ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്നെ ഇപ്പുറത്തെ കാര്യങ്ങൾ, ദൈവരാജ്യത്തിനകത്തെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് അന്വേഷിക്കത്തില്ലായിരുന്നു. കണ്ടോ? ഇപ്പോഴും എന്നെ ഇത് തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞു തരുന്നുണ്ട്, പാപം എത്ര കഴിഞ്ഞു പോയാലും ഹിമം പോലെ വെളുപ്പിച്ചു തരാറ്. അത് ഒരിക്കൽ വെളുപ്പിച്ചതാ. ഇനി അതിനകത്ത് പരിപാടിയൊന്നുമില്ല. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നു, എബ്രായർ 10:26 എഴുതിയിരിക്കുന്ന സത്യത്തിന്റെ പരിജ്ഞാനം. ഈ പരിജ്ഞാനത്തിനകത്ത് നമ്മൾ വരാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, ഈ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം പിന്നെ പാപം ചെയ്യാൻ കഴിയത്തില്ലെന്നേ. ഈ സത്യത്തിന്റെ പരിജ്ഞാനത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ പരിജ്ഞാനം നമുക്ക് ഇവിടെ ലഭിച്ചിട്ടില്ല. ഇതിന്റെ താഴെയും കൂടെ ഒരു വാക്യോടെ വായിച്ചിട്ട് വരാം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ കുറിച്ച് അറിയുവാൻ തടക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ, ക്രിസ്തുവിൽ യഥാർത്ഥമായി വന്ന ഒരുവൻ ഇത് പിന്നെ ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? പിന്നെ ഈ സാധനം നമ്മൾ ഇതെല്ലാം 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം 10-ാം ക്ലാസ് വരെ പിന്നെയും പഠിപ്പിക്കൂ? ഇല്ല. താഴോട്ട് വായിച്ചോ. നിത്യശിക്ഷാവിധി ഇങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം, ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. എന്തുവാ? പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അപ്പൊ ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, ആ പരിജ്ഞാനത്തിൽ നമ്മൾ മൂവ് ചെയ്യുന്നില്ല എങ്കിൽ,
ഈ വക കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ച് മുന്നേറിയാൽ ആ പരിജ്ഞാനം പ്രാപിപ്പാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന ആദ്യ പാഠങ്ങളെ വിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരേക്ക് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവർ അത്രേ. ഇവിടെ പറഞ്ഞു പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കാം. അതിനർത്ഥം എന്താ? ഇനിയും നമുക്ക് ഇതൊന്നുമല്ല ഉപദേശിച്ചു തരണ്ടേ, ആത്മതലങ്ങളിലുള്ളതിനെ. കാരണം ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. അവിടെ തന്നെ മനുഷ്യനുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. കണ്ടോ? അപ്പം ദൈവത്തിലുള്ളത് അറിയണമെങ്കിൽ ദൈവാത്മാവിൽ ഒരു മനുഷ്യൻ എങ്ങനെ നടക്കണം, ദൈവാത്മാവിൽ എങ്ങനെ മൂവ് ചെയ്യണം, ഇത് ഇന്നുവരെയും പഠിപ്പിക്കുന്നില്ല. അങ്ങനത്തെ ക്ലാസ് എടുത്ത ആത്മാവാണ് ഒരുവനെ നടത്തുന്നതെങ്കിൽ പിന്നെ അവന്റെ ലൈഫിനകത്തൊന്നും ഒരു അനർത്ഥവും വരുത്തില്ല. ഒരു ബാധയും അവന്റെ കൂടാരത്തിൽ പിന്നെ അടുക്കത്തില്ല. ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും പിന്നെ അവന്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല. കാരണം ഇയ്യോബിനേക്കാൾ വലിയ വേലിയാണ് അവന് ചുറ്റുമുള്ളത്. സ്വർഗീയ സൈന്യം അവന് ചുറ്റും എപ്പോഴും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ലെന്ന്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ലെന്ന്. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ തന്നാരാ? ദൈവത്തിന്റെ മക്കൾ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇനി ദൈവാത്മാവ്, ദുരാത്മാവ്, മനുഷ്യാത്മാവ്. കുറച്ചു പേർക്ക് അറിയാം. ഇതിനകത്ത് ഞങ്ങള് കുറച്ച് സഹോദരങ്ങളായിരുന്നുകൊണ്ട് ഞങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ദൈവാത്മാവാണ്, മനുഷ്യാത്മാവിന് ഈ ശരീരത്തിൽ എന്തോ ചെയ്യാം ഇരിക്കുന്നത് മനുഷ്യാത്മാവാണ്. ഈ മനുഷ്യാത്മാവിന്റെ ശരീരം വിട്ട് എന്ത് സംഭവിക്കും? ഇത് വെറും ബോഡിയാണ്. അപ്പൊ എന്റെ ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത് മനുഷ്യാത്മാവാണ്. മനസ്സിലായോ? മനുഷ്യാത്മാവാണ്. അപ്പൊ എന്നെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്നത് ആരാ? മനുഷ്യാത്മാവാണ്. എന്നെ ചലിപ്പിക്കുന്നത് ആരാ? മനുഷ്യാത്മാവ്. കാരണം മനുഷ്യാത്മാവിന് ഈ ഭൂമിയിൽ ചലിക്കണമെങ്കിൽ എന്റെ ശരീരം ആവശ്യമാണ്. കണ്ടോ? ഈ മനുഷ്യാത്മാവിന്റെ അകത്ത് ദുരാത്മാവ് കയറി കഴിയുമ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഞാൻ അവസാനം തൊട്ട് പറയാം, അവസാനം നിങ്ങളുടെ ചെവി പറഞ്ഞുതരാം. ഇതിനകത്ത് ആളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചില കാര്യങ്ങൾക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ അവസാനം ഇറങ്ങിയിട്ട് ഞാൻ തലക്കേറ്റ് പറഞ്ഞുതരാം. ഇന്ന് നിങ്ങളുടെ ഏത് അവസ്ഥയുണ്ടോ അതെല്ലാം മാറാൻ പോയിനകത്ത്. കാരണം ഇതിപ്പോ ഇങ്ങനെ ഞാൻ പറയുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അന്തരീക്ഷം അങ്ങ് മാറും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചിലതിനകത്ത് അനുഭവിക്കാൻ പോവുകയാണ്. ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചിലതിനകത്ത് നിങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പം ദുരാത്മാവ് ഒരു മനുഷ്യന്റെ അകത്ത് കയറുമ്പോഴാണ് അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. കണ്ടോ? ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ദുരാത്മാവ് ഒരു മനുഷ്യന്റെ അകത്ത് കയറുമ്പോഴാണ് ഒരാളെ ഉപദ്രവിക്കാൻ തോന്നുന്നത്. ദുരാത്മാവ് ഒരു മനുഷ്യന്റെ അകത്ത് കയറുമ്പോഴാണ് മാതാപിതാക്കളെ തല്ലാൻ തോന്നുന്നത്, മാതാപിതാക്കളെ കൊല്ലാൻ തോന്നുന്നത്, സഹോദരങ്ങളെ കൊല്ലാൻ തോന്നുന്നത്. കണ്ടോ? യഥാർത്ഥത്തിൽ ദൈവം ജനിപ്പിച്ച, ദൈവം ജീവശ്വാസം ഊതിയ മനുഷ്യന്, ആ മനുഷ്യാത്മാവിന് സ്നേഹം മാത്രമേ അറിയത്തുള്ളൂ. പരസ്പരം എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതിലുപരി ഒരു മനുഷ്യന്റെ അകത്ത് നിന്ന് കയറി വരുന്നെങ്കിൽ ചില ആത്മാക്കൾ അവന്റെ അകത്ത് പ്രവേശിക്കുമ്പോഴാണ്. ഇനി ദൈവാത്മാവ്. അപ്പൊ എന്റെ ശരീരത്തിന്റെ കൺട്രോള് ഞാൻ എന്റെ മനുഷ്യാത്മാവ് ഏറ്റെടുക്കുമ്പോൾ മനുഷ്യാത്മാവ് എന്നെ നടത്തുന്നു, ദുരാത്മാവ് ഏറ്റെടുക്കുമ്പോൾ ദുരാത്മാവ് എന്നെ നടത്തുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തുമ്പോൾ, കണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? എന്റെ ബുദ്ധി ഓഫാകും. എന്റെ ബുദ്ധി ഓഫാകിയിട്ട് ആത്മാവെന്നെ ആലോചന പറഞ്ഞ് വഴി നടത്തും. ഞാനൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണമെങ്കിൽ ആത്മാവെന്നെ വിലക്കും. നോ, നീ അവിടെ കയറാനുള്ളത്, അപ്പുറത്ത് പോകോ. ഇന്ന ആഹാരം നീ കഴിക്കാൻ എടുക്കുമ്പോൾ ആത്മാ പറയും നോ, അത് നീ കഴിക്കണ്ട. ചില ഭവനത്തിൽ കാല് ചവിട്ടാൻ പോകുമ്പോൾ പറയും അങ്ങോട്ട് നീ പോകണ്ട. ചിലരുമായി കൂട്ടാകാൻ പോകുമ്പോൾ ആത്മാ പറയും വേണ്ട, അങ്ങോട്ട് പോകണ്ട. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ആരുടെ കൂടാണോ സഹകരിക്കുന്നത് അതിന്റെ എല്ലാ ഇൻഫ്ലുവൻസുകളും നിങ്ങളുടെ അകത്ത് ഉണ്ടാവും. അതുകൊണ്ട് അവരുടെ ജ്ഞാനിയോടുകൂടെ നടക്കുക, എന്നാൽ നീ ജ്ഞാനിയാകും. ദൈവത്തോട് ചേർന്ന് നടന്നാൽ സകല ദൈവികമായതും നിങ്ങളുടെ അകത്തുണ്ടാകും. അരുതാത്ത കൂട്ടുകൾക്കകത്ത്, അരുതാത്ത ഒരു കാര്യങ്ങൾക്കകത്തും അവിശ്വാസം പറയുന്ന ഒരുവന്റെ കൂടെയും നിങ്ങൾ നടക്കാൻ പാടില്ല. ദൈവസഭയ്ക്കും ദൈവശക്തിക്കും എതിരെ സംസാരിക്കുന്നവന്റെ അരികിൽ പോലും, ആ കൂട്ടത്തിൽ പോലും പോയി ഇരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ജീവിച്ച് അങ്ങനെ മരിക്കാനേ പറ്റൂ. കാരണം ദൈവത്തിന്റെ ശത്രുവായിരിക്കാതെ ദൈവത്തിന്റെ മക്കളായിരുന്നു കൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായി ഓരോരുത്തരും എഴുന്നേൽക്കട്ടെ. നമ്മൾക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് വെറുതെയല്ല, നിങ്ങളെ വീണ്ടെടുത്തത് വെറുതെയല്ല. തിരിച്ചറിയുക, ഈ കാലഘട്ടം വരെയും അരുതാത്ത ചില കാര്യങ്ങൾ, ദൈവത്തിലുള്ള റിയാലിറ്റിയെ തിരിച്ചറിയാതെ പൂട്ടി വെച്ചിരുന്ന ചില മേഖലകളെ ആത്മാവിന്ന് പൊളിക്കുകയാണ്.
കാരണം വചനം പറയുന്നു, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിവാകുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് പോഷത്വമാകുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാകുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കൾ, ആത്മാവ് പ്രാപിച്ചവർ, നിങ്ങളുടെ അകത്തെ ശക്തി വർദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്നതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ശക്തി ധരിച്ചവൻ, ദൈവത്താൽ അയക്കപ്പെട്ട ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ, കർത്താവ് മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ടല്ലോ അതൊക്കെ ചെയ്ത്. ആത്മാവ് വന്നപ്പോൾ 38 ആണ്ട് കുളക്കരയിൽ കിടന്ന ഒരുവനോട് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടക്ക. അധികാരമുള്ളവൻ കൽപ്പിച്ചപ്പോൾ അങ്ങനെ ചിലത് സംഭവിച്ചു. പത്രോസും യോഹന്നാനും സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കിരുന്ന ആ മുടന്തനോട് പറഞ്ഞില്ല, 3 ദിവസം നിന്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെക്കാൻ പാ, നിന്നെ വിടുവിക്കുമെന്ന്. എന്നിട്ട് കർത്താവ് അവനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞില്ല. അധികാരം പ്രാപിച്ചവൻ, ശക്തി പ്രാപിച്ചവൻ, ആത്മാവ് പ്രാപിച്ചവൻ പറഞ്ഞു, പൊന്നും വെള്ളി എന്റെ കയ്യിലില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. നിങ്ങളുടെ തലമുറകൾക്കെതിരെ, നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കെതിരെ പൈശാചിക മണ്ഡലങ്ങൾ ചലിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികാരത്തോടെ നിങ്ങളുടെ അതരം തുറന്ന് കൽപ്പിക്കാൻ തയ്യാറാണോ? എങ്കിൽ മാത്രമേ ചിലത് ഈ കാലയളവിൽ നടക്കുകയുള്ളൂ. ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളുടെ ചരിത്രം മാറുകയാണ്. ഒരു 15 മിനിറ്റ് കൂടെ കഴിയട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈരിപ്പിരിക്കത്തില്ല. ആവശ്യമുള്ളവർ സ്വീകരിക്കും. ഇന്നൊരു കൈ വീണുണ്ടല്ലോ, ആ കൈ, ഇതിൽ നിന്നൊരു കൈ ഇന്ന് വീണാൽ, നീ കൈ വീണതിന് ശേഷം ദൈവശക്തിയെ സ്വീകരിച്ചിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും ദേഹത്തൊന്ന് കൈവച്ച് നോക്ക്. അപ്പൊ കാണാം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ശുശ്രൂഷയോർത്ത് വാഹനങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാ പറഞ്ഞതാണ്, ഇന്ന് ഈ കരം ചിലരുടെ മേൽ വരും. ചില ആത്മപകർച്ചകൾ. ഇതിന്റെ ഹെഡിങ് എന്തുവായിരുന്നു? ആത്മപകർച്ചയാണ്. ഈ ആത്മപകർച്ച ഉണ്ടായാലുണ്ടല്ലോ, രോഗത്തിന്റെ ബന്ധനം പൊട്ടും. ദുരാത്മ മണ്ഡലങ്ങൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല, മന്ത്രവാദങ്ങൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല, ആഭിചാരത്തിന്റെ ശക്തികൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല. പൈശാചികന്റെ കൊമ്പിനെ ഓടിക്കുന്ന ദിവസമാണെന്ന്, പിശാചിന്റെ പദ്ധതികളെ അടിച്ചൊടിക്കുന്ന ദിവസമാണെന്ന്. നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് നിന്ന് നിങ്ങളുടെ ഏതൊക്കെ വിഷയങ്ങളാകട്ടെ, അതിന്റെ മേൽ നിന്ന് പൈശാചിക മണ്ഡലങ്ങളുടെ ബന്ധനങ്ങളെ പൊളിച്ചെടുക്കുന്ന ദിവസമാണെന്ന്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ വിളിക്കും മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ആത്മാവും ശക്തിയും പ്രാപിച്ചിരിക്കുന്നവൻ, അവൻ ചില കാര്യങ്ങൾ അവന്റെ ആദരം തുറന്ന് സംസാരിക്കുമ്പോൾ അപ്പനത് കേൾക്കുമെന്ന്. ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമെന്ന്, ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ആദരം തുറന്ന ആത്മാവിൽ സംസാരിക്കാൻ എത്ര പേർ തയ്യാറാണ്? ആദരങ്ങൾ ചലിക്കട്ടെ. ആത്മാവും ശക്തിയും പ്രാപിച്ചവന്റെ ആദരങ്ങൾ ചലിക്കട്ടെ. സ്വർഗം തുറക്കുന്ന ദിവസമാണ്. ആകാശം ചായിച്ച് സ്വർഗം ചാഞ്ഞിറങ്ങുന്ന വർഷമാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ കർത്താവ് കേൾക്കാൻ പോകുകയാണ്. ആത്മാവിനോട് സംസാരിക്കുകയാണ്. ചിലരോട് ആത്മാവ് സംസാരിക്കുന്നു. ചില അയൽ വീടുകളുമായുള്ള ചില തർക്കങ്ങൾ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം ഒന്ന് അറിഞ്ഞുകൊള്ളുക. നീ പ്രവർത്തിക്കാൻ പോയാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് മിണ്ടാതിരുന്ന് ഞാൻ ദൈവം ഒന്ന് അറിഞ്ഞുകൊള്ളുക. നീ അറയിൽ കടന്ന് വാതിലടച്ച് ആത്മാവിൽ സംസാരിക്കുമ്പോൾ തന്നെ അപ്പനത് അറിയുന്നു. ദൂതനെ നിനക്ക് മുമ്പായി അപ്പൻ അയക്കും. നീ ആത്മാവിൽ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കെതിരെ പൈശാചിക മണ്ഡലം ഈ ഭൂമിയിൽ വെച്ച് എന്തെല്ലാമുണ്ടോ, സ്വർഗീയ സൈന്യം ഇറങ്ങി അതിനെ ബ്രേക്ക് ചെയ്തിരിക്കും. ചില തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പോവുകയാണ്. ചില വിഷയങ്ങൾക്ക് പരിഹാരം ഇന്ന് തന്നെ സംഭവിക്കാൻ പോവുകയാണ്.
സ്വർഗത്തിൽ നിന്ന് സകലതും നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ കാണാതെ വണ്ണം നമ്മളെ കണ്ണിനെ പൈശാചിക മണ്ഡലങ്ങൾ മൂടിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ആ കണ്ണുകളെ ആത്മാവ് ഇതിനകത്ത് തുറക്കുകയാണ്. ഒറ്റ കാര്യം, ഈ ദൈവശക്തിയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒരാവശ്യം നടക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് നാളെ അങ്ങനെ തരാം ഇങ്ങനെ തരാന്നൊക്കെ പറയും. പക്ഷെ പറഞ്ഞതൊന്നും ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യമായ ചിലത് നീ ഇങ്ങനെ ജീവിച്ചാലേ, നീ ഇങ്ങനെ മൂവ് ചെയ്താലേ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് ആരും പറഞ്ഞു തരത്തില്ല. സംസാരിക്കും, ആത്മാവിൽ സംസാരിക്കും. നമ്മൾ വീട്ടിൽ പോയി പിന്നെയും പഴയ അനുഭവത്തിൽ തന്നെ ആണെങ്കിൽ എങ്ങനെ നടക്കും കാര്യങ്ങൾ? അവിടെ ചില നന്മകൾ, അനുഗ്രഹങ്ങൾ മൂടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ സാധാരണ പറയാറുണ്ട്, ദാനിയേലിന്റെ സിംഹക്കുടിയിൽ ഇറങ്ങി വന്ന ദൈവം നിന്റെ സിംഹക്കുടിയിലും ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ കൈയടിച്ച് കസേര പൊട്ടിക്കും. പക്ഷെ ദാനിയേലും ദൈവവുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ നീയും ദൈവമായി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ സത്യം മൂടപ്പെട്ടു പോയത് കണ്ടോ? സത്യത്തെ മനസ്സിലാക്കുക. ദൈവവും നീയുമായ ഒരു അമേധ്യമായ ബന്ധമുണ്ടോ? പിതാവാം ദൈവവും പുത്രനുമായുള്ള ഒരു അമേധ്യമായ ബന്ധമുണ്ടോ? അങ്ങനെ നീയുമായിരുന്നാൽ നിന്റെ ഏത് വിഷയമാകട്ടെ, നീ ചിന്തിക്കുന്നതിന് മുന്നേ നിന്റെ വിഷയം അപ്പൻ അറിയും. കാരണം നിങ്ങളുടെ അപ്പനായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മക്കളെങ്കിലും അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമായിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതാവായവൻ നിന്റെ ആവശ്യം എന്തെന്ന്, നിന്റെ മേൽ പൈശാചിക മണ്ഡലങ്ങൾ വെക്കാനിരിക്കുന്നത് എന്തെന്ന് നിങ്ങളുടെ അപ്പൻ അറിയുന്നു. നിങ്ങളുടെ അപ്പൻ അറിയുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആയിരിക്കുന്നത് പോലെ ആയിരുന്നാൽ മാത്രമേ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയൂ. ആയിരിക്കുന്നത് പോലെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയൂ. ഈ നിമിഷം മുതൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഇതിനകത്ത് പലരോടും പിണക്കിയിരിക്കുന്ന പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് ഞാൻ കൈവെക്കുമ്പോൾ പറഞ്ഞുതരാം. ഈ തർക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഭവനത്തിൽ തന്നെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതിരിപ്പുണ്ട്. ആ ഒരു മനോഭാവത്തോടാണ് നിങ്ങൾ ഇന്ന് ഇവിടുന്ന് കടന്നു പോകുന്നെങ്കിൽ, ഇന്നിവിടെ ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ഒന്നും കിട്ടത്തില്ല. പക്ഷെ അതിനെയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനെന്ന് തയ്യാറാണോ? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ചില ആതിരുമായി ബന്ധപ്പെട്ട്, വസ്തുവിന്റെ ആതിരുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലതും ആത്മാവിന്ന് പൊളിച്ചെടുക്കാൻ പോകുകയാണ്. നീ നിന്നെ തന്നെ കൊടുക്കാൻ തയ്യാറാണോ? മന്ത്രവാദങ്ങൾ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ഭവനം വിടുകയാണ്. ആ മന്ത്രവാദം ബന്ധിച്ച ചില ബന്ധനങ്ങൾ കൊണ്ട് ഭവനത്തിനകത്ത് ഐക്യതയില്ല, ഭവനത്തിനകത്ത് ഒത്തൊരുമയില്ല, ചേരുംപടി ചേരുന്നില്ല. അങ്ങനെ ചില അവസ്ഥകൾ ഇരിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നേ. ആത്മാവിന്ന് അതെല്ലാം പൊളിക്കുകയാണ്. വന്നതുപോലെ ഇതിനകത്ത് മടങ്ങി പോകത്തില്ല. വചനം പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ മക്കളാണ്, ഞാൻ പുത്രനാണ്, പുത്രിയാണ്, അവകാശിയാണെങ്കിൽ. നിങ്ങൾ അവകാശത്തെ പ്രാപിക്കാൻ തയ്യാറാണോ? നിങ്ങൾ അവകാശത്തിൽ ഇരുന്നാൽ സംഭവിക്കുന്നത്, അപ്പന്റെ ധനത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പനിലുള്ളതിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നാളെ ഇന്നത് വരും, മറ്റന്നാൾ ഇന്നത് വരും എന്നൊക്കെ കേട്ടോണ്ട് പോയിട്ട് ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ. കാരണം ഒന്നും വരാനില്ലാത്തോണ്ടാണ്. എങ്ങനെ വരുമെന്നാ പറയുന്നത്? അപ്പനുള്ളത് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നാളെ ഇനി വരുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതൊക്കെ ഈ സൈഡിലുള്ളതാണ്. ഇവിടെ മക്കളെങ്കിലും അവകാശികളും ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളും. നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു സാധനം എടുത്തു കഴിക്കാൻ അപ്പനോടും അമ്മയോടും ചോദിക്കുവോ? ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാൻ അപ്പനോടും അമ്മയോടും ചോദിക്കുവോ? എനിക്കുള്ളത് ഞാൻ അനുഭവിക്കുന്നു. നമുക്ക് സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ, ആ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവാണ് എന്റെ നിങ്ങളുടെ അകത്തിരിക്കുന്നതെങ്കിൽ, ആ പിതാവിലുള്ളത് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ചിന്തകൾക്കനുസരിച്ച് നമ്മൾക്ക് ആവശ്യമായ ദൈവശക്തിയും നമുക്ക് ആവശ്യമായ ഭൂമിയിലുള്ള സകലതും നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അതാ പറഞ്ഞ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾ വീണ്ടും ജനിച്ച് ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞാൽ ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. ക്രിസ്തുവിൽ നാം തന്റെ സന്നിധിയിൽ
വിശുദ്ധരും. എന്തോ വിശുദ്ധരും. ഇവിടെ വിശുദ്ധന്മാരാരുമില്ലെന്ന് പറഞ്ഞാൽ അവിടെ ആ നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ലെന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന സംഭവം വീണ്ടും ജനിക്കാത്തവരെ, യഹൂദ ജനത്തെക്കുറിച്ച് ന്യായപ്രമാണം കിട്ടിയിട്ടും അതിനെ അനുസരിക്കാത്തവരും ക്രിസ്തുവിനോട് ചേരാത്തവരെയും കുറിച്ച് പറഞ്ഞതാണ്. അതിപ്പോഴും നമ്മൾ എടുത്തുകൊണ്ട് നടക്കുക. വായിച്ചു നോക്കിയാൽ മതി. അതിന്റെ താഴോട്ട് എഴുതിയപ്പോൾ ഉണ്ട്, യേശുവിൻ എന്റെ രക്തത്താൽ എന്നെ നീതീകരിച്ചു എന്ന്. എന്നിട്ട് പറയാ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. നമ്മെ വീണ്ടെടുത്തിരിക്കുക. ഇനിയും നമ്മൾ പഴയതിനകത്തോട്ട് കുടുങ്ങിപ്പോയ എങ്ങനെ ശരിയാവും? മടങ്ങുക, അവകാശത്തിലേക്ക് മടങ്ങുക. പഴയ നിയമം വാഗ്ദത്തവും പുതിയ നിയമം അവകാശമാണ്. നിങ്ങളുടെ അവകാശത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരാൻ തയ്യാറായില്ലെങ്കിൽ അയ്യോ, ഈ ഭൂമിയിൽ നമുക്കൊന്നും അനുഭവിക്കാൻ കഴിയത്തില്ല. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്കുള്ളതാണ്. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചവർക്കുള്ളതാണ്. ഇനി എന്തായാലും പറഞ്ഞപ്പോ അതുകൂടെ പറയണമല്ലോ. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞ യാഗം അർപ്പിക്കാൻ പറഞ്ഞു. അബ്രഹാം യാഗം അർപ്പിക്കാൻ പോയി. കഥകളെല്ലാം അറിയാം. കർത്താവ് പറഞ്ഞു, നീ ഇതനുസരിച്ചത് കൊണ്ട്, നിന്റെ മകനെ തരാൻ മടിക്കായ കൊണ്ട് നിന്റെ സന്തതിയിൽ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പറയുന്ന അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചവർക്കുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ മറ്റുള്ള സകല ജനത്തെക്കാളും അനുഗ്രഹം അനുഭവിക്കേണ്ടത് നമ്മളാണ്. ക്രിസ്ത്യ ജീവിതം കഷ്ടതയും പട്ടിണിയും ദാരിദ്ര്യവും എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല ഞാൻ. ഇവിടെ ഈ അബ്രഹാമിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി കർത്താവ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മുന്നമേ കൂട്ടി ചെയ്യിപ്പിച്ചതാ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അബ്രഹാമിനെ കൊണ്ട് ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ എന്റെ മേലും നിങ്ങളുടെ മേലും വരാൻ വേണ്ടി അപ്പൻ മുന്നമേ അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാണ്. സാരഭാത്തിലെ വിധവയുടെ മുട്ടുമാറാൻ ഏലിയാവിന് 2 അട അവൾ കൊടുക്കേണ്ടി വന്നു. അത് കൊടുത്തത് കൊണ്ടാണ് അവിടെ മുട്ടുമാറിയത്. അങ്ങനെ ചില പ്രവർത്തികൾ, കാരണം നമ്മൾ ഈ കേൾക്കുന്ന പ്രവചന ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്ന ദൈവിക ശബ്ദങ്ങളും ചിലപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യം കൊണ്ട് ചിലപ്പം അളക്കാൻ പറ്റത്തില്ല. വിധവയുടെ അവസ്ഥ വെച്ചിട്ട് വിധവയോട് പറഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഉറവ് അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കടക്കണി പിള്ളേരെ പിടിച്ചുകൊണ്ടുമായിരിക്കും, മരിക്കാനിരിക്കുക. പക്ഷേ ദൈവം നമ്മളോട് പറയുന്ന ദൈവത്തിന്റെ കൽപ്പന നമ്മളൊന്ന് അനുസരിക്കാൻ തയ്യാറായാൽ ചരിത്രം മാറും. 2 ആട അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മുട്ടുമാറി. അവർ ഇന്ന് വരെ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്തതുപോലെ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോശയുടെ ചെങ്കടലിന്റെ മുമ്പിൽ മോശ നിൽക്കുമ്പോൾ സകലതും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന്, ഉണ്ടാക്കിയ ദൈവത്തിന്, മനുഷ്യനെ പോലും സൃഷ്ടിച്ച ദൈവത്തിന് ചെങ്കടൽ 2 എന്ന് പറയാമായിരുന്നു. എന്നാൽ മോശയിലൂടെ ചില പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് എന്നിലൂടെ നിങ്ങളിലൂടെ ചെയ്യത്തുള്ളൂ. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങളിലൂടെ ചിലത് ചെയ്യിപ്പിക്കത്തുള്ളൂ. കാരണം അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അന്നേരം മോശയോട് പറഞ്ഞു, നീ ആ വടി ഒന്ന് നീട്ടുക. അവൻ ആ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ 2 അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ആദരവാണ്. ചലിപ്പിക്കാൻ തയ്യാറാണോ? അധികാരത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി കൽപ്പിക്കാൻ തയ്യാറാണോ? നിങ്ങൾ കൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗീയ സൈന്യം നിങ്ങളുടെ പുറകിൽ നിൽക്കുകയാണ്. നിങ്ങൾ കൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗീയ സൈന്യം നിങ്ങളുടെ പുറകിൽ നിൽക്കുകയാണ്. അവസ്ഥകൾ മാറുകയാണ്. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കേണ്ട ആവശ്യം കർത്താവിനില്ലായിരുന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കേണ്ട ആവശ്യം കർത്താവിനില്ലായിരുന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം സകലതും ഉണ്ടാക്കിയ ദൈവത്തിന് ആ കാനാവിലെ ആ കൽഭരണിക്കകത്ത് വീഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായേനെ. പക്ഷേ ചിലരുടെ പ്രവൃത്തികൾ കർത്താവിന് ആവശ്യമായിരുന്നു. വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അത് വീഞ്ഞായി. അതിനോട് വീഞ്ഞാകാൻ കൽപ്പിച്ചില്ല. അവരുടെ അനുസരണം അതിനെ വീഞ്ഞാക്കിയതുപോലെ ഈ കൽപ്പനകളെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ മുഴുവൻ പുതുവീഞ്ഞിന്റെ അനുഭവമാക്കി മാറ്റാൻ, നിങ്ങളുടെ ശൂന്യതയെ അനുഗ്രഹമാക്കി മാറ്റാൻ, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഏതുമായിക്കോട്ടെ അതിനെ മറ്റൊരു തലത്തിൽ മാറ്റാൻ കഴിവുള്ളവൻ ഇന്നിവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഓ റാക്കതല ബ്രകതയ റുഅസതലെ ബ്രകതയ റബാനി. ദൈവത്തിന്റെ ആത്മാവിനെ എന്റെ മേൽ പകർന്നിട്ട്
വീണ്ടും ജനിപ്പിച്ച് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്നിലൂടെ ചിലത് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ചതുപോലെ ഈ നീരുറവയെ വിട്ട് വരണ്ട കിണറുകളെ തന്നെ വീണ്ടും കുഴിക്കുന്നവരായി തീരരുത്. അതാ ഇതിന്റെ മർമ്മം. ഈ നീരുറവയെ വിട്ട് വരണ്ട കിണറുകളെ തന്നെ വീണ്ടും കുഴിക്കുന്നവരായി തീരരുത്. കണ്ടോ, നമ്മൾ ഈ കാലം അത്രയും കുഴിച്ചത് വരണ്ട കിണറിനെയാണ്. എന്നാൽ നീരുറവയിലേക്ക് വരാൻ എത്ര പേർ തയ്യാറാണ്? ആ നീരുറവയെ തള്ളിക്കളയാതെ ആ നീരുറവയിലേക്ക് വരാൻ എത്ര പേർ തയ്യാറാണ്? കർത്താവ് പറയാ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, അവന് ഞാൻ ജീവജലത്തിന്റെ നദികളെ കൊടുക്കുമെന്നാണ്. എത്ര പേർ ആ ജീവജല നദിക്കകത്ത് വലിച്ചു കുടിക്കാൻ തയ്യാറാണ്? അതിലേക്ക് മടങ്ങി വരാൻ ദാഹമുള്ള എത്ര പേരുണ്ട്? അയ്യോ, ദാഹമുള്ളവരെ മാത്രമേ അപ്പൻ നിറയ്ക്കുകയുള്ളൂ. കൊതിയുള്ളവനെ മാത്രമേ കർത്താവ് നിറയ്ക്കുകയുള്ളൂ. പത്രോസ് 1:14 ഇങ്ങനെ പറയുന്നു, പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. എന്നിട്ട് പറയാം, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ. അവിടെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭൂമിയിലുള്ള പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. കണ്ടോ, ഞാൻ വിശുദ്ധനായി ജീവിച്ചെങ്കിൽ മാത്രമേ, വീണ്ടും ജനിക്കപ്പെട്ട ഞാൻ വിശുദ്ധനായി ജീവിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ദൈവത്തിന് നിന്നെ നിറയ്ക്കാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എല്ലാം ചില വിഷയങ്ങൾക്ക് മറുപടി വരാതിരുന്നത്? എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ദൈവശക്തിയിൽ നിങ്ങൾ വർദ്ധിച്ചു വരാതിരുന്നത്? വരണ്ട കിണറുകളെ തന്നെ വീണ്ടും കുഴിച്ചത് കൊണ്ടാണ്. സ്വന്തം വിവേകത്തിൽ ഊന്നി ഈ വരണ്ട കിണറുകളെ തന്നെ വീണ്ടും കുഴിച്ചതാണ്. ഏറ്റുപറയാൻ എത്ര പേർ തയ്യാറാണ്? നിങ്ങൾക്ക് ഏറ്റുപറയാൻ തയ്യാറാണോ? അപ്പ കഴിഞ്ഞ നാളുകളിൽ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയെങ്കിൽ പിതാവേ, ഇന്ന് ഈ നിമിഷം ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്ന് അങ്ങയുടെ ഇഷ്ടം, കാരണം എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ ഇനി ഞാൻ എനിക്കുള്ളവനല്ല, അപ്പനുള്ളവനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ എങ്ങനെയാണോ നയിക്കുന്നത് അതേ പ്രകാരം ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന എത്ര പേരുണ്ടോ? ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാവോ? കാരണം ചിലതൊക്കെ നമ്മുടെ അകത്തിരുന്നാൽ ദൈവത്തിന് നിറയ്ക്കാനും കഴിയത്തില്ല, വിടുവിക്കാനും കഴിയത്തില്ല. പക്ഷേ ഒന്ന് ശൂന്യമാക്കി അപ്പന്റെ കരങ്ങളിൽ കൊടുത്ത അപ്പൻ ചില അത്ഭുതങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പോകുകയാണ്. ചില ഭവനങ്ങൾക്കകത്തുനിന്ന് മരണത്തിന്റെ സ്പിരിറ്റിനെ മാറ്റുകയാണ്. ചിലരൊക്കെ ആത്മഹത്യയുടെ വേടുകൾ മുഴക്കി ഭവനത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് ചില വീടുകളിൽ ചിലർ മരിക്കുമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മരണത്തിന്റെ ദൂതൻ ഇന്ന് ഭവനം വിടുകയാണ്. ഏറ്റുപറയാൻ തയ്യാറായി എത്ര പേർ? ഞാൻ കുറച്ച് വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു പോവാ, അതിന്റെ മർമ്മങ്ങൾ പറയാനൊന്നും സമയമില്ല. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുകയും. ഈ വചനത്തിന് വിപരീതമായി എന്ത് പഠിപ്പിച്ചാലും പിന്നെ നമ്മൾ അവിടെ പോയിരുന്ന അവരോട് കൂടെ കുഴിയിൽ പോവും. അവരോട് അകന്നു മാറാനാ പറഞ്ഞത്. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രയും സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ ചലിക്കാൻ അനുവദിക്കണം. അല്ലാത്തതെല്ലാം എന്തോതിനെയാ സ്നേഹിക്കുന്നത്? വയറിനെ അത്രയും സ്നേഹിക്കുന്നതെന്ന് വചനം പറയുന്നു. ഈ കാലം അത്രയും ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കുമായിരുന്നു. ജനങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചിരുന്നെങ്കിൽ ഈ വരണ്ട അനുഭവം വരികയില്ലായിരുന്നു. ജനങ്ങളെ തങ്ങളിലേക്ക് മാത്രം വലിച്ചടുപ്പിക്കുന്ന, തങ്ങളുടെ ഉയർച്ചകൾക്കും നന്മകൾക്കും വേണ്ടി മാത്രം ജനങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടമുള്ളപ്പോൾ ദൈവത്തിങ്കലേക്ക് ജനത്തെ അടുപ്പിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. കാരണം ഇന്ന് ചില ആത്മപകർച്ചകൾ അങ്ങനെ ഇതിനകത്ത് പലരുടെയും പേരും വീഴും. അവർ ജനങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നവരല്ല, ദൈവത്തിങ്കലേക്ക് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നവരായി. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? റോമർ 15:18 ക്രിസ്തു ഞാൻ മുഖാന്തരം, ക്രിസ്തു എന്നിലൂടെ. ക്രിസ്തു ഞാൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നിലൂടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും
അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. ഈ കേട്ടത് ഇന്ന് ഇതിനകത്ത് നടക്കാൻ പോകുകയാണ്. അയ്യോ, ഞാൻ പറയട്ടെ, ഇതിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കൈയടിപ്പിച്ച് പാട്ട് പാടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ പുറകെ കൂടെ ഇറങ്ങി പോത്തൊന്നുമില്ല. ഒറ്റ ഒരാളെ വെറുതെ വിടത്തില്ല. എന്റെ ശുശ്രൂഷ ഇന്ന് വരെയും അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് 6 മണി 7 മണിക്കൊക്കെയാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നത്. എത്ര പേരുണ്ടോ? ഇനി എത്ര പേരുണ്ടെങ്കിലും 40,000 പേര് വരെ എടുത്ത മീറ്റിങ്ങിനകത്ത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിനെ വെറുതെ വിട്ടിട്ടില്ല. ഓടിച്ചെങ്കിലും തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാതെ നമ്മൾ വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഒരാളെ പോലും മിസ്സാകത്തില്ല. നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കാരണം നിങ്ങളുടെ അകത്ത് ചില പകർച്ചകൾ ഇന്ന് സംഭവിക്കണം. നിങ്ങളുടെ അകത്ത് ചില വിടുതലുകൾ ഇന്ന് സംഭവിക്കണം. ചില മാൻഡലുകളെ അപ്പൻ നിങ്ങളുടെ പേര് ഇടാൻ ആഗ്രഹിക്കുന്നു. ചില ആത്മ പകർച്ചകളെ നിങ്ങളുടെ പേര് ഇടാൻ ആഗ്രഹിക്കുന്നു. ഈ കേട്ടതുപോലെ വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും ചിലത് ഇന്നിവിടെ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് തിരുവെഴുതിയത് പോലെ തന്നെ സുവിശേഷം അറിവാൻ അഭിമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സ്ഥാനത്തെല്ലാം, ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു സുവിശേഷകൻ ഒരു പൊസിഷനാണ്. അദ്ദേഹത്തിന് സുവിശേഷത്തിന്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയൂ. ഒരു ഇടയൻ ആ ആടുകളെ ശുശ്രൂഷിക്കുക, അത് ഇടയൻ അതിന്റെ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അപ്പോസ്തലൻ സഭകളെ സ്ഥാപിക്കുക, അതിന്റെ മേൽ കർത്തൃത്വം നടത്തുക. അപ്പോസ്തലൻ അത് മാത്രമേ, അതൊരു പൊസിഷനാണ്. എന്നാൽ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മളുടെ മേൽ എല്ലാവരുടെ മേലും ദൈവശക്തി ഉണ്ടെന്നേ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും രോഗികളായി എവിടെങ്കിലും ഭാരപ്പെട്ട് കിടക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് അവന്റെ മേലത് കൈവെക്കുമ്പം പറയണ്ട, കൈവെക്കുമ്പോൾ ദൈവശക്തി ചലിക്കുന്നത് തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെയെങ്കിൽ ഈ കാലയളവ് മുഴുവൻ നിങ്ങളുടെ മേലുള്ള ദൈവശക്തിയെ ചോർത്തിക്കളഞ്ഞെങ്കിൽ ഇന്ന് ചിലതിനെ നിറച്ചു വിടുകയാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അതിനെ ചോർത്തിക്കളയാതെ അതിനെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്നവരായി തീരട്ടെ. അങ്ങനെയെങ്കിൽ ഈ ഇരിക്കുന്ന ജനത്തിലൂടെ ഈ പത്തനാപുരത്തിന്റെ മണ്ണിനെ ഉഴുതുമറിക്കുന്ന അഭിഷേകവുമായി, നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളെ ഉഴുതുമറിക്കുന്ന അഭിഷേകമായി ഓരോരുത്തരും ഇതിനകത്ത് മടങ്ങി പോകട്ടെ. അതിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കുമുള്ളതിനെ ശ്രമിച്ചുകൊള്ളുക. വീണ്ടും ജനിച്ച നമ്മൾ സമാധാനത്തിനും ആത്മീക വർധനയ്ക്കുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കും. നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ ഭവനത്തിനകത്ത് ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. കാരണം ദൈവശക്തിയിൽ വർദ്ധിച്ചാൽ, നമ്മൾ ചില സ്ഥലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചാൽ ചില സാരംഗത്തൊന്നും അതിനെ തിരിക്കാൻ കഴിയത്തില്ലെന്നേ. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആയിരുന്ന സാഹചര്യങ്ങൾക്കകത്ത്, കർത്താവേ, ഞാൻ സാഹചര്യങ്ങൾക്കൊത്ത് സഞ്ചരിച്ചു. എന്നാൽ ഇന്നു മുതൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം ആ ദൈവിക പദ്ധതിക്കകത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, വിശുദ്ധിയോടെ ഒരു മനുഷ്യനെ മുറിവേൽപ്പിക്കാതെയും മാനുഷിക ബുദ്ധിയിൽ ചലിക്കാതെയും ദൈവാത്മാവിൽ മാത്രം ചലിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൻ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ. എൻ്റെ പാപങ്ങളെ, കുറ്റങ്ങളെ, കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ജഡത്തിനുള്ളത് ചിന്തിക്കാതെ കർത്താവിനെ മാത്രം ധരിച്ചുകൊള്ളുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിച്ചു. ആരും കാഴ്ചക്കാരായും ആരും അവനവന്റെ ആവശ്യങ്ങളായത് മൊത്തം. ഒരാൾ വന്നിരിക്കുന്ന ഇപ്പുറത്തിരിക്കുന്ന അമ്മാമ്മയുടെ ആവശ്യം, അപ്പുറത്തിരിക്കുന്ന അച്ചാച്ചന്റെ ആവശ്യം കൊണ്ടല്ല. നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ കൊണ്ടാണ്.
നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം നിങ്ങൾ ആത്മാവിൽ നിറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിഷയങ്ങളെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾ ആത്മാവിന്റെയും ശക്തിയോടെ നിങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം കണ്ടു കഴിഞ്ഞു. കാരണം എന്റെ ചില പ്രാർത്ഥനകൾ മാത്രമല്ല നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം. നിങ്ങൾ ആത്മാവിലും ശക്തിയാലും നിറഞ്ഞാൽ അത് തന്നെ നിങ്ങളുടെ സകല വിഷയങ്ങൾക്കുമുള്ള പരിഹാരമാണ്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. റഥലെ ബ്രഖതയ ഓ റഖതല ബ്രഖസിയ റബാനിയ റിമാനിയ റഖതലെ ബ്രഖസിയ റഹബാനിയ ഓ റഖതല യറഖസിയ റബാനിയ ഓ റഖതലെ ബ്രഖസിയ. എഫദ മിനിസ്ട്രിയുടെ അവസ്ഥകളെ കർത്താവ് മാറ്റുകയാണ്. ഈ വേടിന്റെ പേര് എഫദ എന്നാണ്. എഫദായാണെങ്കിൽ ചിലതിന് തുറക്കപ്പെടും, ചിലതിന് തുറക്കപ്പെടും. എഫദ എന്ന വേടിനെ നിങ്ങളിലേക്ക് ഞാൻ റിലീസ് ചെയ്യുകയാണ്. എഫദ ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. എഫദ മിനിസ്ട്രിയുടെ മേൽ ഇതിനെ ഞാൻ റിലീസ് ചെയ്യാം. ദൈവസന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാതെ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടാൽ, ഇപ്പൊ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഏത് വിഷയമാകട്ടെ, രോഗമാകട്ടെ, ബന്ധനമാകട്ടെ, അതിനകത്ത് പരിഹാരം ഉണ്ടാകുന്ന എനിക്ക് 100%